ചിഞ്ചു അളിയ ഉമ്മയൊന്നും തരരുത്, ഇത് ഞാനാ. എന്താ ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം എവിടെ വെച്ചിട്ടാ? അട്ടപ്പാടിയില്ലോ. പയ്യന്നൂർ വെച്ചിട്ടാടാ. കാര്യം പറ. എടാ, ഐഷ എന്തായാലും കലോത്സവത്തിനുണ്ടാവും, അതുകൊണ്ട് എനക്കും വരണം. വന്നോ? എനക്ക് അറ്റൻഡൻസ് കുറവാന്നു. എന്റേത് ഞാൻ തരൂല. ബോധമില്ലാതെ പറയുന്ന കേക്കടാ. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പങ്കെടുത്താ അറ്റൻഡൻസ് കിട്ടും. ഇനി എന്നെ ദഫ്മുട്ടിന് ടീമിൽ നിന്ന് എടുപ്പിക്ക്. ദഫ്മുട്ട അതെല്ലാം ബുദ്ധിമുട്ടാവും. ചിഞ്ചുവിനെ വിളിച്ച് ഞാൻ എന്റെ രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയും. പുലർച്ചയ്ക്ക് വീട്ടിൽ വാ. അലവലാതി. മാഷ് ചെറുപ്പക്കാരനാണ്. 17 വയസ്സോട് ദഫ്മുട്ട് പഠിപ്പിക്കാം. നീ എൻ്റെ കൂടെ എന്നാ മതി, എല്ലാം ശരിയാക്കാം. ചിഞ്ചുവിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോടാ. നീ എന്തും ചെയ്യും. ഒരിക്കലും. വേഗം നടക്ക്, രാഹുലം കഴിഞ്ഞു. നീ അതൊക്കെ നോക്കുക. പിന്നെ ഇതിലൊക്കെ ഒരുപാട് കാര്യമുണ്ടെന്ന്. നജാഫ് ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിനൊരു ഫ്ലാഷ് ബാക്കോ? ഞാൻ സൈദർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എൻ്റെ +2 പഠനകാലം. എപ്പോഴും കൂടെ 2 സുഹൃത്തുക്കൾ, എന്നേക്കാളും 1-2 വയസ്സ് മുതിർന്നവരാ. നിജാദ്, മജീദ്. നമ്മുടെ ഗാങ്ങിൻ്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാളും. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തികമാനത്തിന് ശേഷം കുഞ്ഞുട്ടി സൈദർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചായക്കട നടത്തുന്നു. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിൻ്റെ രാജകുമാരനായിരുന്നു. മജീദിൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. മുറുക്കി പിടിച്ചിരിക്കും മോളെ. ഓന്റെ പേരെന്താടാ? മജാഫ്. സ്ഥലം? തളാപ്പ്. ഓനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കോനെ പൊക്കണം. സെയ്താർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മുടെ അങ്ങനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താടാ കാര്യം? അല്ലേ വിനോദേ? ശരിയാ, സ്മാർട്ട് ബോയ്സ് എന്നുള്ള പേര് മാറണം. ഒരുമാതിരി തൊട്ടി പേരല്ലേ? അതല്ല, ഓനെ പൊക്കുന്ന കാര്യം. ആ കൃഷ്ണേട്ടാ, 3 കർച്ചീഫ് വേണം, വലുതെടുത്ത്. കർച്ചീഫ് മുറുക്ക കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. പിന്നെ ഒബ്ലാം കെട്ടിക്ക് അടി വീഴാൻ നോക്കിക്കോ. അതെവിടെയാ? തലേന്റെ പുറകിലടാ പന്നി. ഓക്കെ തിണ്ടി വരുന്നുണ്ട്.
പോയില്ലേ? ചെന്നിനായത്തിന്റെ വേരും മുട്ടയുടെ വെള്ളയും ആ പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. ഹീറോയിസം കൂടിയപ്പോൾ രാവണപ്രഭുവിലെ ഡയലോഗും കുറെ കാശ് എറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസ് എറിഞ്ഞു കൊടുത്തത് മജീദ് എറിഞ്ഞു. പക്ഷെ അന്നല്ല, പിറ്റേന്ന് മുബാറക് സ്കൂളിന് പുറകിൽ വെച്ച് അടി കിട്ടിയപ്പോൾ. ശരിക്കും കിട്ടിയ അപ്പൊ ഫാത്തിമയുടെ കാര്യം? ഫാത്തിമേല വേറെ വഴിക്ക് പോയി. നജാഫിനെ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. സീതർപള്ളിയിലേക്ക് വരാൻ പേടിയായിട്ടുണ്ടാവും. അപ്പൊ ദഫ് മുട്ടും വടിയായി. സത്യം പറഞ്ഞ ഞാൻ എന്നോട് എൻ്റെ കൂട്ടുകാരോട് നന്ദി പറയേണ്ടവനാ. ഫാത്തിമ പോയതിനു ശേഷം ഞാൻ ഖദീജയായിട്ട് ലൈനാവുന്നത്. ആരാണവൾ? ചെമ്മീൻ ബിസിനസ്സുകാരൻ മൊയ്തൂട്ടിൻ്റെ മോള്. ഒറ്റ മോള്. ഓള് വന്നതിന് ശേഷമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ബൈക്ക് മാറ്റി, വീട് വാർത്തു, മാർബിൾ ഫ്ലോറിംഗ്, LCD TV. സ്നേഹം മാത്രം കൊടുത്താൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് സ്നേഹം കൊടുക്കാറായി. മച്ചേ, ഇവന്റെ കാര്യം? നാളെ രാവിലെ 7:30 മണിക്ക് പ്രാക്ടീസ്.